ഹലോ ഫ്രണ്ട്സ്, ചിങ്കൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങളുടെ കെട്ടിയവന്മാരെല്ലാവരും ഫ്രീ ആട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇത്രയും പേര് പോകുന്നത്. കല്ലൂസ് ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എങ്ങനെയോ മണം കിട്ടി ചാടി എടിയിട്ട് തന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ജംഗ്ഷനിലോട്ടോ നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് എന്തായാലും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് നമുക്കൊരു ചിക്കൻ സെൻറ്റർ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അവിടെ പൊതുവേ ചിക്കൻ എപ്പോഴും വിലക്കുറവായിരിക്കും. നമ്മൾ വന്നത് ഓരോ കിലോ ഉള്ള 2 കോഴി വാങ്ങിക്കാനായിട്ടോ. പക്ഷേ ഇവിടെ വന്ന് തിരക്കിയപ്പം ഒരു കോഴി 1,800 2 കിലോ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ 1,800 വരുന്ന 2 കോഴികൾ വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ കോഴിയൊക്കെ നമ്മൾ പറഞ്ഞു കാത്തിരുന്ന് മുഷിച്ച് നമ്മുടെ കല്ലുവിൻ്റെ ഗാനമേള ഇപ്പം കേൾപ്പിക്കാമേ. പിന്നെ നമ്മുടെ ചേട്ടൻ കണ്ട് എല്ലാം ശരിയാക്കി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് 500 രൂപ കൊടുത്തപ്പോൾ നമുക്ക് ഒരു 40 രൂപയാണ് തിരിച്ച് കിട്ടിയത് കേട്ടോ. നല്ല റേറ്റ് ആയിട്ടുണ്ട് ചിക്കന്. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് വാങ്ങിക്കാൻ വേണ്ടി പച്ചക്കറി കടയിലോട്ട് വന്നു. നമ്മൾ ഈ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട ഒരു ഇതാട്ടോ, നല്ല മീനെ വളർത്തുന്ന സ്ഥലമാണ്. അവരുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു കുളം പോലെ ആക്കിയിട്ട് മീനെ വളർത്തുകയാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം വാങ്ങി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ വേഗം തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി. മസാല കൂട്ടുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിമണീസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ ചേച്ചി തൻ്റെ മസാലയൊക്കെ സൂപ്പറായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വരഞ്ഞ് കൊടുക്കണം. എന്നാലേ മസാല നല്ലതായിട്ട് അതിനകത്ത് പിടിക്കത്തുള്ളൂ കേട്ടോ. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് മസാല പുരട്ടി വെക്കണം. പക്ഷെ നമ്മളിപ്പോൾ ഒത്തിരി താമസിച്ചു പോയി. എന്നാലും കിട്ടുന്ന സമയം ആവട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ മസാല ഓരോന്നായിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരെ ഓരോരുത്തരെയായിട്ട് സമാധാനിപ്പിക്കണം ഇതിനിടയ്ക്കൂടെ. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ജോലി ഒതുക്കി ലാസ്റ്റ് പീസ് നമ്മൾ നല്ല രീതിക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുകയാണിത്. ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടുന്ന വീഡിയോ നമ്മൾ വഴിയെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ രീതിയിലൊരു മയോണൈസ് ഉണ്ടാക്കാം. നമ്മുടെ അതുല്യ ആദ്യം ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. പക്ഷേ അത് നല്ല ചീറ്റിപ്പോയി. ഞങ്ങൾക്ക് നല്ല പണിയും കിട്ടി. ഞങ്ങൾ എടുത്ത ജാറൊന്നും മാറിപ്പോയി. രണ്ടാമത് നമ്മുടെ ചിന്നി ചേച്ചി ഉണ്ടാക്കിയതാണ്. നല്ല സ്റ്റൈലായിട്ട് വന്നു. അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പുരട്ടി വെച്ച ചിക്കനൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഓരോ പീസായിട്ട് ചിന്നി ചേച്ചി താണ്ട് എടുത്തു കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ഒരു സഹായം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങളിത് പാതി വഴി കിട്ടേച്ച് പോയേനെ. പിന്നെ അവർ നല്ല അശ്രാന്തം പരിശ്രമിച്ച് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടോടെ ഞങ്ങളുടെ കൂടെ നിന്നു. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കുബൂസ് വാങ്ങിക്കാനായിട്ട് പോയി. അതവിടെ വേവുന്ന നേരം കൊണ്ട് നമ്മൾ വന്ന് കുബൂസ് വാങ്ങിച്ചു. ഞങ്ങളൊരു 5 പാക്കറ്റ് കുബൂസ് വാങ്ങിച്ചു. ഞങ്ങൾ ആളെണ്ണം കൂടുതലാണ്. എല്ലാം ചെയ്തു വന്നപ്പോൾ രാത്രി 10:30 കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരോടും ഫുൾ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു. ആ ഫീലൊന്ന് വേറെയാണ് കേട്ടോ. നമ്മുടെ മിച്ചു മാത്രം കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.